ഹായ് ഓൾ. സോ വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയുടെ സൂപ്പർ 8 മാച്ചാണ്. സോ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് എന്ന് പറയുമ്പോൾ വളരെ ക്രൂഷ്യലായൊരു മാച്ച് തന്നെയായിരുന്നു രണ്ട് ടീമിനും. കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഈ മാച്ച് ജയിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിരുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് വൺ ഡേ വേൾഡ് കപ്പിൽ ഫൈനലിൽ കളിച്ച ഒരു ടീമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ടീം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ വളരെ ദയനീയമായി പരാജയപ്പെടുത്തുകയും ഇന്ത്യക്ക് ഫൈനൽ വേൾഡ് കപ്പിൽ റണ്ണറപ്പ് ആവേണ്ട വന്നൊരു പ്ലേസ് ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ആ ഒരു മാച്ചിന് അതിൻ്റേതായ ഒരു ഫീലിംഗ് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഫൈനൽ അല്ലെങ്കിൽ പോലും സെമി ഫൈനൽ അല്ലെങ്കിലും നോക്കൗട്ട് ആണെങ്കിൽ കൂടി വളരെ ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെയായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ. മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ടീം ക്യാപ്റ്റൻ മാർഷ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സോ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുകയായിരുന്നു. കാരണം അവിടുത്തെ പിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ജയിച്ചിട്ടുള്ളത് സെക്കൻഡ് ബാറ്റിങ്ങിനുള്ളവരാണ്. സോ അതായിരുന്നു ആ പിച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ. എന്നാൽ ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ രോഹിത് ശർമ്മയുടെ ഫസ്റ്റ് ഒരു തേർഡ് ബോൾ വന്നിട്ട് ഒരു ക്യാച്ച് വിളിക്കുകയുണ്ടായി. പക്ഷേ അതൊരു തേർഡ് അമ്പയർ നോക്കുമ്പോഴത്തേക്ക് അതൊരു ഗ്രൗണ്ട് ടച്ച് ബോളായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ക്യാച്ചായി കണക്കാക്കിയില്ല. എന്നാൽ അതിനുശേഷം പിന്നെ രോഹിത് ശർമ്മയുടെ വളരെ അറ്റാക്കിംഗ് ഷോട്ട്സാണ് മൊത്തത്തിൽ കണ്ടുവന്നത്. ഓസ്ട്രേലിയയിലെ എല്ലാ ബൗളേഴ്സും തന്നെ രോഹിത് ശർമ്മയുടെ ബാറ്റിൻ്റെ ചൂട് അറിഞ്ഞു എന്ന് തന്നെ വളരെ ശക്തമായി പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർച്ചൊക്കെ ഒരു ഓവറിൽ തന്നെ 6ഉം 4ഉം തുടരെ അടിച്ചുകൊണ്ട് രോഹിത് ശർമ്മ അടിച്ചുകൊണ്ടാണ് അവരെ എല്ലാം നല്ല രീതിയിൽ പണിഷ് ചെയ്തത്. സെക്കൻഡ് ഓവറിൽ തന്നെ സ്റ്റാർച്ച് സെക്കൻഡ് ഓവറിൽ 29 റൺസാണ് സ്റ്റാർച്ച് വഴങ്ങിയത്. സോ അങ്ങനെ ബാറ്റിംഗ് നല്ല രീതിയിൽ ശക്തമായി തുടർന്ന രോഹിത് ശർമ്മയ്ക്ക് പക്ഷേ ഫസ്റ്റ് ഓപ്പണിന് കൂട്ടുകെട്ടായിരുന്ന വിരാട് കോഹ്ലിക്ക് ഒരു റൺസ് പോലും സംഭാവന ചെയ്യാൻ സാധിച്ചില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ്. 5 ബോളിൽ 0 റൺസിനാണ് വിരാട് കോഹ്ലി പുറത്തായത്. കൂടെ ഇറങ്ങിയ പന്ത് എന്നാൽ സപ്പോർട്ടറായതാണ് രോഹിത് ശർമ്മയ്ക്ക് സപ്പോർട്ടർ അവിടെയാണ് നിന്നത്. സിംഗിൾസ് എടുത്ത് കൊടുത്താണ് പന്ത് ഗ്രീസിൽ നിന്നത്. രോഹിത് ശർമ്മ അങ്ങനെ 41 ബോളിൽ 92 റൺസ് നേടി ഒരു സൈഡ് വളരെ സ്ട്രെങ്ത് ആക്കി കൊണ്ടുപോവുകയായിരുന്നു. പന്ത് 14 പന്തിൽ 15 റൺസ് എടുത്ത് പന്ത് ഔട്ടാവുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ 16 ബോൾസിൽ 31 റൺസ് എടുക്കുകയുണ്ടായി. ദുബൈയുടെ കാര്യം പറയുകയാണെങ്കിലും 22 പന്തിൽ 28 റൺസ് ദുബൈ നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ 17 പന്തിൽ 27 റൺസാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത്. ജഡേജ ലാസ്റ്റാണ് ഇറങ്ങിയത്. ജഡേജ 5 ബോളിൽ 9 റൺസോടെ ജഡേജ ആണ് ഹാർദിക് പാണ്ഡ്യയാണ് ഫൈനൽ നിന്നത്. സോ അതിനുള്ള ബൗളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ 3 ബൗളേഴ്സാണ് അവരെ ഓസ്ട്രേലിയൻ നിരയെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തിയതെന്ന് തന്നെ പറയാം. എന്നാൽ ഇവർക്കും ഹേസൽവുഡിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർച്ച് 2 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ലാസ്റ്റ് സ്റ്റാർച്ചിനെ എടുക്കുകയുണ്ടായി, ബൗൾഡായിരുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തത് ഹേസൽവുഡാണ്. സ്റ്റോണസ് പന്തിൻ്റെ വിക്കറ്റാണ് എടുത്തത്. സൂര്യകുമാർ യാദവിൻ്റെയും സ്റ്റാർച്ച് തന്നെയാണ് എടുത്തത്. ദുബൈയുടെ വിക്കറ്റ് സ്റ്റോണസാണ് എടുത്തത്. എന്നാൽ 4 ഓവറിൽ വെറും 14 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് ഹേസൽവുഡ് വളരെ ശക്തമായ ഒരു പ്രതിരോധം തന്നെ ബൗളേഴ്സിൽ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ബാക്കി എല്ലാവരും റൺ റേറ്റ് 10 എബവ് ആണ് കൊടുത്തതെങ്കിൽ ഹേസൽവുഡിൻ്റെ റൺ റേറ്റ് എന്ന് പറയുന്നത് 3.5 ആയിരുന്നു റൺ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത അങ്ങനെ ഇന്ത്യ മൊത്തത്തിലൊരു 205 വിക്കറ്റ്സിൽ 205 റൺസ് എടുക്കുക 20 ഓവറിൽ. എന്നിട്ട് വളരെ ശക്തമായ ഒരു സ്കോർ എടുക്കുകയും തുടർന്ന് ഓസ്ട്രേലിയക്ക് ഒരു ചേസിങ് കൊടുക്കുകയാണ് ചെയ്തത്. സോ സെക്കൻഡ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ വാർണറും ടി ഹെഡും കൂടെയാണ് ഓപ്പണിങ്ങിന് ഇറങ്ങിയത്. വാർണർ തുടക്കത്തിൽ തന്നെ ഒരു 4 അടിച്ചു എങ്കിലും പെട്ടെന്ന് ഔട്ടാവുകയുണ്ടായി. ഹർഷദീപ് സിംഗിൻ്റെ ഫസ്റ്റ് ഓവറിലെ ലാസ്റ്റ് ബോളിലാണ് വാർണർ ഔട്ടായത്. അതിനുശേഷം ടി ഹെഡ് എന്നാൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും. ടി ഹെഡും മാർഷും അതിനുശേഷം ഇറങ്ങിയ മാർഷും തമ്മിലൊരു നല്ലൊരു പാർട്ണർഷിപ്പ് അവർക്ക് അവിടെ പടുത്തുയർത്താൻ സാധിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. 43 പന്തിൽ 76 റൺസാണ് ടി ഹെഡ് കരസ്ഥമാക്കിയത്. മാർഷിനെ കുറിച്ച് പറയാൻ മാർഷ് 28 ബോളിൽ 37 റൺസ് എടുക്കുകയും അതിനുശേഷം ഇറങ്ങിയ മാക്സ്വെൽ 12 ബോളിൽ 20 റൺസ് എടുക്കുകയും ചെയ്തു. എന്നാൽ ബാക്കി ആരും തന്നെ ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്ത്യൻ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹർഷദീപ് സിംഗ് 3 വിക്കറ്റാണ് കരസ്ഥമാക്കിയത്. 4 ഓവറിൽ 37 റൺസ് നൽകിക്കൊണ്ട് 3 വിക്കറ്റാണ് എടുത്തത്. എന്നാൽ ബുംറ 4 ഓവർ 29 റൺസ് എടുത്തുകൊണ്ട്
നൽകിക്കൊണ്ട് 1 വിക്കറ്റാണ് എടുത്തത്. എന്നാൽ ബുംറയുടെ വിക്കറ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായ വിക്കറ്റായിരുന്നു. നല്ല ഫോമിലായിരുന്ന ടീ ഹെഡിനെയാണ് ബുംറ പുറത്താക്കിയത്. അക്സർ പട്ടേൽ ആണ് അടുത്ത 1 വിക്കറ്റാണ് കിട്ടിയത്. 3 ഓവറിൽ 21 റൺസ് നൽകിക്കൊണ്ട് 1 വിക്കറ്റാണ് ഹർഷീപ് സിംഗ് അക്സർ പട്ടേൽ എടുത്തത്. എന്നാൽ കുൽദീപ് യാദവ് ആവട്ടെ ഇതിൻ്റെ ഒരു ടേണിംഗ് കുൽദീപ് യാദവ് എന്ന് പറയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മാഷിനെയും മാക്സ്വെലിനെയും കുൽദീപ് യാദവാണ് ഔട്ടാക്കിയത്. 4 ഓവറിൽ 24 റൺസ് നൽകിക്കൊണ്ട് 2 വിക്കറ്റാണ് കുൽദീപ് യാദവ് സ്വന്തമാക്കിയത്. സോ ഇതെങ്ങനെ ലാസ്റ്റ് ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. എന്നാൽ സത്യം പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പിൽ നിന്നുള്ള ഒരു വളരെ നല്ല രീതിയിലുള്ളൊരു മധുര പ്രതികാരം തന്നെയായിരുന്നു. നോക്കൗട്ടിൽ നിന്ന്, അതായത് സെമി ഫൈനൽ പോലും കാണാതെ ഓസ്ട്രേലിയക്ക് പുറത്താകേണ്ടി വന്നു. എന്തായാലും ഇന്ത്യ അവരുടെ ടീമിൻ്റെ ശക്തി തെളിയിച്ചു എന്നുള്ളത് തന്നെയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വളരെ ശക്തമായ ക്യാപ്റ്റൻസി തന്നെയാണ്. എന്തായാലും രോഹിത് ശർമ്മ നല്ലൊരു മറുപടി തന്നെ ഓസ്ട്രേലിയക്ക് നൽകി. സോ ഓസ്ട്രേലിയ എന്തായാലും 2020 വേൾഡ് കപ്പിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. ഇനിയുള്ള മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക, പിന്നെ ഇന്നത്തെ മാച്ച് ജയിച്ചതോടെ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും കൂടിയാണ്. സോ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനും കൂടെ ഒരു മാച്ച് ആയിരിക്കും. നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് സെമി ഫൈനൽ എന്ന് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും കൂടെ ആയിരിക്കും. അതിൽ നിന്ന് വരുന്നവരായിരിക്കും ഫൈനലിൽ കിടക്കുക. സോ ഇന്ത്യ ഫൈനലിൽ കിടക്കുമെന്നും കപ്പെടുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാം. വൺ ഡേ വേൾഡ് കപ്പ് മിസ്സായെങ്കിൽ 2020 വേൾഡ് കപ്പ് ഇന്ത്യ രോഹിത് ശർമ്മ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും. സോ ബെസ്റ്റ് വിഷസ് ഫോർ ടീം ഇന്ത്യ. Stay tuned with us for more videos and please like the video. Thank you.